സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 675 പേർ നിപ സമ്പർക്ക പട്ടികയിൽ. ഇതിൽ 178 പേർ പാലക്കാട് നിപ സ്ഥിരീകരിച്ച രണ്ടാമത്തെ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരാണ്. സംസ്ഥാനത്ത് ആകെ 38 പേർ ഹയസ്റ്റ് റിസ്കിലും 139 പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനുണ്ട്. ഷിജോ, ഏതൊക്കെ ജില്ലകളിലാണ് ഈ നിപ സമ്പർക്ക പട്ടികയിലുള്ളവർ കൂടുതലായി ഉള്ളത്? ആരോഗ്യമന്ത്രി എന്താണ് പറയുന്നത്? ജാഗ്രത എങ്ങനെയാണ് കടുപ്പിക്കുന്നത്? സംസ്ഥാനത്ത് നിപ സ്ഥിരീകരിച്ച് 2 പേർ മരിച്ച ഒരു സാഹചര്യത്തിൽ ആളുകളുടെ സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കി വരികയാണ്. മലപ്പുറം ജില്ലയിൽ 210 പേരും, പാലക്കാട് 347 പേരും, കോഴിക്കോട് 115 പേരും, എറണാകുളത്ത് 2 പേരും, തൃശൂരിൽ ഒരാളുമാണ് നിലവിൽ നിപ രോഗം സ്ഥിരീകരിച്ച ആളുകളുടെ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ പാലക്കാട് മരിച്ച രണ്ടാമത്തെ നിപയെ ബാധിച്ച് മരിച്ച പാലക്കാട് മരിച്ച രണ്ടാമത്തെ ആളുടെ സമ്പർക്ക പട്ടികയിൽ 178 പേർ കൂടി ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് നിലവിൽ ആകെ 675 ആളുകളാണ് നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം മലപ്പുറം ജില്ലയിൽ ഇതുവരെ 82 സാമ്പിളുകൾ നെഗറ്റീവ് ആയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 12 പേർ ഐസൊലേഷൻ ചികിത്സയിലാണ്, 5 പേരെ ഡിസ്ചാർജ് ചെയ്തു. സംസ്ഥാനത്ത് ഇതുവരെ നിലവിൽ ഈ പറയുന്ന എല്ലാ ജില്ലകളുമായിട്ട് 38 പേർ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിലും 139 പേർ ഹൈ റിസ്ക് വിഭാഗത്തിലുമാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. അതേസമയം നിപ സർവൈലൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജാഗ്രതയോടുകൂടി തുടരണം എന്നുള്ള നിർദ്ദേശം ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയിട്ടുണ്ട്.